സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ പാപ്പ ഫ്രാൻസിസ് നമ്മോട് വിട പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തകളെക്കുറിച്ച്, ആ ചിന്താധാരകളുടെ വഴികളെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് ഈ പ്രഭാഷണത്തിൽ ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മാർപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം പലരും മാർപ്പാപ്പയെക്കുറിച്ച് എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ദൗത്യത്തെക്കുറിച്ച് പലരും അവഗണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ദൗത്യം പാരമ്പര്യങ്ങളുടെ കാവൽക്കാരനാകുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൈമാറി കിട്ടിയിട്ടുള്ള വിശ്വാസ സമ്പത്തിൻ്റെ കാവൽക്കാരനായി അതിന് പോറവേൽപ്പിക്കാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്ന ദൗത്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ളത്, വിശുദ്ധ പത്രോസ് പറയുന്നത് പോലെ, നിങ്ങളുടെ പ്രത്യാശയുടെ കാരണം എന്തെന്ന് ചോദിക്കുന്നവനോട് സദാ ഉത്തരം പറയാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അപ്പോൾ നിലവിലുള്ള പഠനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക, രണ്ട് കാലഘട്ടത്തിൻ്റെ പുതിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, ഈ രണ്ട് ദൗത്യമാണ് പ്രധാനമായിട്ട് ഒരു മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാന ദൗത്യം. ഈ ദൗത്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രത്തോളം വിജയിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതിലൂടെയാണ് നിലവിലുള്ള നമ്മുടെ പാരമ്പര്യത്തിന് വളർച്ചയുണ്ടാകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് സഭ തയ്യാറാകുന്നില്ലെങ്കിൽ സഭ മ്യൂസിയത്തിലെ ഒരു അവശേഷിപ്പ് പോലെ, പഴയകാലത്തെ തീവണ്ടി, പഴയകാലത്തെ കപ്പല്, പഴയകാലത്തെ പാത്രങ്ങൾ എന്ന പോലെ പഴയകാലത്തെ ഒരു മതം എന്ന രീതിയിൽ മ്യൂസിയത്തിലാകും എന്നാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എത്രമാത്രം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയമായിട്ട് നമ്മൾ കണക്കാക്കണം. ആ ജീവിതം ധന്യമായോ എന്നുള്ളത് അറിയണമെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എത്രമാത്രം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കാരണം തത്വചിന്തകര്, നിരീശ്വരവാദികൾ, ശാസ്ത്രജ്ഞന്മാർ, മറ്റു മതസ്ഥര് പലരും പല ചോദ്യങ്ങളും യേശുക്രിസ്തുവിൽ നമ്മൾ പ്രത്യാശിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ തന്നെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പാപിയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം എന്നാണ് പല തത്വചിന്തകരും പറയുന്നത്. എന്നാൽ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ പാപിയല്ല എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ നുണ പറയുന്നു എന്നാണ്. അപ്പോൾ സെക്കുലർ ലോകം നമ്മോട് ഉന്നയിക്കുന്ന, അപ്പൊ ഞാൻ പാപിയാണ് എന്ന് പറയുന്നതിൻ്റെ ശരി എന്താണ്? ഇത്തരത്തിലുള്ള അനേകം ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതം, ഈ പാപ്പാ ജീവിതം ആരംഭിച്ചിട്ട് ആദ്യം ചെയ്യുന്നത് വളരെ നിർണായകമായ ഒരു ഡോക്യുമെന്റാണ് വിശ്വാസ വെളിച്ചം. യഥാർത്ഥത്തിൽ അതിൻ്റെ ആദ്യത്തെ 2 അധ്യായങ്ങൾ ബെനഡിക്ട് മാർപ്പാപ്പ എഴുതി വെച്ചതാണ്. അപ്പോൾ ഒന്നാമത്തെ 2ാമത്തെ അധ്യായത്തിൻ്റെ ബേസിക് ക്രെഡിറ്റ് കിടക്കുന്നത് ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ്. ബാക്കി 3 അധ്യായങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിട്ടുള്ളതെന്നാണ് മാർപ്പാപ്പ തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ 2, പക്ഷേ ആ ടെക്സ്റ്റ്, വിശ്വാസ വെളിച്ചം എന്ന ടെക്സ്റ്റിൻ്റെ കണ്ടന്റ് ഇതാണ്. ആദ്യത്തെ 2 അധ്യായങ്ങളെ മനോഹരമായിട്ടുള്ള വിഷയമാണ്. കാരണം നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ഏദൻ തോട്ടം എന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥനകളിൽ വരുമ്പോൾ ഞാൻ നിന്നെ ഏദൻ തോട്ടത്തിലാക്കാന്നല്ല പറയുന്നത്. അതിന് പകരം പറയുന്നത്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കുന്നതാണ്. അപ്പോൾ ഹീബ്രു ബൈബിളിലുള്ള ഏദൻ തോട്ടം ഗ്രീക്ക് ബൈബിളിൽ വന്നപ്പോൾ പറുദീസയായിട്ട് മാറി.
ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പറുദീസ എന്ന് പറയുന്നത് ഒരു സ്ഥലം മാത്രമല്ല, അതിൽ ഒരു അവസ്ഥ കൂടിയുണ്ട്, മാനുഷിക അവസ്ഥ. അപ്പോൾ ഈ ചേഞ്ച് എന്തുകൊണ്ട് വന്നു? അത് നല്ലതാണോ ചീത്തയാണോ? മാർപ്പാപ്പ ആ 2 അധ്യായത്തിൽ സ്ഥാപിച്ചെടുക്കുന്നത് ആ ട്രാൻസ്ലേഷനിലൂടെ, അതായത് ഹീബ്രു ബൈബിളിൽ നിന്ന് ഗ്രീക്ക് ബൈബിളിലേക്ക് മാറ്റിയപ്പോൾ. ഇപ്പോൾ വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹീബ്രു ബൈബിളിൽ യുവതി എന്നാണ് കിടക്കുന്നത്. യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നതാണ്. എന്നാൽ ഗ്രീക്ക് ബൈബിളിൽ വന്നപ്പോൾ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നതായി. അപ്പൊ ഇതിന്റെ അപ്പോൾ മാർപ്പാപ്പ പറയുന്നത് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു മതാന്തര സംവാദമാണ്, അത് ഉൾക്കൊള്ളലാണ്. അതിലൂടെ മാത്രമേ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ പറ്റൂ എന്നാണ് ഈ ലേഖനത്തിന്റെ, വിശ്വാസ വെളിച്ച ലേഖനത്തിന്റെ ആദ്യത്തെ 2 അധ്യായത്തിലൂടെ പറയുന്നത്. പിന്നത്തെ അധ്യായങ്ങൾ തികച്ചും സാമൂഹിക വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് നിലവിലുള്ള ചോദ്യങ്ങൾക്ക്, എന്തുകൊണ്ട് യുവതി കന്യകയായി, എന്തുകൊണ്ട് ഹീബ്രു പുതിയ നിയമം ഇല്ലാതെ പോയി, അപ്പൊ യുവതി കന്യകയാകാനുള്ള കാരണം ചോദിച്ചാല്, യുവതി ഹീബ്രു ഭാഷയില് ആകെ 10,000 വാക്കാണ്, ഗ്രീക്ക് ഭാഷയിൽ 80,000 വാക്കാണ്. കന്യക എന്ന വാക്ക് ഹീബ്രു ഭാഷയിലില്ല. കാരണം കന്യക എന്ന് പറഞ്ഞാൽ അവർക്ക് പാപമാണ്. അത് യഹൂദന്മാർക്കും മുസ്ലിമുകൾക്കും കന്യക എന്ന് കേട്ടാൽ അവർക്ക് പാപമാണത്. കന്യക ഉണ്ടാവാൻ പാടില്ല. അവർ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കണം. അപ്പോൾ കന്യകാമറിയത്തിൽ നിന്ന് യേശു ജനിച്ചു എന്ന് ഒരു സമൂഹത്തോട് പറയണമെങ്കിൽ ഹീബ്രു ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തില് അനേകം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടാണ് മാർപ്പാപ്പ മുന്നോട്ട് നീങ്ങുന്നത്. ഇന്നത്തെ ഫ്രത്തല്ലേ തൂത്തി എന്ന് പറയുന്ന ലേഖനത്തില് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ലൗദാത്തോസി എന്ന് പറയുന്ന ലേഖനത്തില് പ്രകൃതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് സിനഡൽ ചർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, പോസ്റ്റ് സിനഡൽ ഡോക്യുമെന്റ് ഉണ്ട്. അതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിപ്പിക്കുന്നതാണ്. കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഡോക്യുമെൻ്റാണ് സ്നേഹത്തിലെ സന്തോഷം, അമോറിസ് ലെറ്റീഷ്യ. കുടുംബം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാനുള്ള അവസരമാണെന്നാണ് അദ്ദേഹം അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യുവാക്കൾക്കുള്ള ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതിൽ ചെയ്തിട്ടുള്ള റവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ദൈവവിളി എന്ന് പറഞ്ഞാൽ അച്ഛനും സിസ്റ്റർ ആവുക എന്നതാണ്. എന്നാൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ 8ാമത്തെ അധ്യായം, അത് ദൈവവിളി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. അപ്പം പ്രാഥമിക ദൈവവിളി എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യുക, അധ്വാനിക്കുക, ലേബർ, അതാണ് പ്രാഥമിക ദൈവവിളി. അടുത്ത ദൈവവിളി എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് അപ്പനമ്മയായിട്ട് മാറുക എന്നുള്ളതാണ്. അതിൻ്റെ 3ാമത്തെ ഇതാണ് ഒരു രക്ഷാകര ദൈവവിളി, യേശു ക്രിസ്തുവിനെ സമ്പൂർണമായിട്ട് അനുഗമിക്കാനുള്ള വിളിയായിട്ട് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത്. അപ്പൊ സ്നേഹത്തിന്റെ 3 പ്രകാശനങ്ങൾ. അപ്പൊ തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നത് സമൂഹത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനമാണ്, മക്കളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ്. വിവാഹം കഴിക്കുക എന്നുള്ളത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. വൈദികനാവുക, സിസ്റ്റർ ആവുക എന്നതും സ്നേഹത്തിന്റെ പ്രകടനമാണ്. അപ്പൊ പരമ്പരാഗതമായി ദൈവവിളി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വൈദികനും സിസ്റ്റർ ആവുക, സന്യസ്തരാവുക എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ സഭയുടെ ദൈവശാസ്ത്രത്തിന് കഴിയാതിരിക്കുമ്പോഴാണ് മാർപ്പാപ്പ ഈ ക്രിസ്തു എന്നും ജീവിക്കുന്നു എന്നതിൽ 8ാം അധ്യായത്തിൽ ഇങ്ങനെ അതിനെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഇത് ഉൾക്കൊള്ളാനും ഇത് മറ്റുള്ളവരോട് പറയാനും സഭാധികാരികൾ മടിക്കുന്നത് കൊണ്ടാണ്. ഒന്നുകിൽ അവർ വായിക്കുന്നില്ല, അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലായാൽ തന്നെ അവർക്ക് ഇത് സംസാരിക്കാനായിട്ട് എന്തോ ഒരു ഭയമാണ്. സത്യത്തെ തുറന്നു വിടുന്നതിൽ ആരെയാണ് ഭയക്കേണ്ടത്? സഭയൊന്നും നശിച്ചു പോവില്ലേ?
തൊഴിൽ ചെയ്യുക എന്നതാണ് പ്രാഥമിക ദൈവവിളി എന്ന് പറയുന്നത് കൊണ്ട് സഭ നശിച്ചു പോവില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ പെറ്റുപെരുകുക, ഭൂമിയെ രൂപാന്തരപ്പെടുത്തുക, കീഴടക്കുക എന്നല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് രണ്ടാണ് പ്രാഥമിക ദൈവവിളി. ഇനി സിനഡാനന്തര ലേഖനത്തില് ചില പ്രമേയങ്ങൾ വളരെ കോൺട്രവേഴ്സ്യലാണ്. പക്ഷെ അത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യമാണ്. ഞാൻ ഒരു വാചകം നിങ്ങളോട് പറയുന്നതാണ്, ഞെട്ടിപ്പോരുത്. ഇപ്പൊ ഇന്ത്യക്കാരനായ ഞാൻ അത് വായിച്ചു കഴിഞ്ഞാൽ എന്നോട് ആഹ്വാനം ചെയ്യുന്നത്, ഇന്ത്യയിലെ മതങ്ങളുണ്ട്, ഹിന്ദു മതമുണ്ട്, രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, വേദങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്. ഇതിനകത്ത് ക്രിസ്തുവിനെ അന്വേഷിക്കാനാണ് സിനഡാനന്തര, അതായത് സിനഡൽ ചർച്ചിന് വേണ്ടിയുള്ള മെത്രാന്മാരുടെ സിനഡാനന്തര സർക്കുലറിൽ പറയുന്നത്. ഓരോ പ്രദേശത്തുമുള്ള സംസ്കാരത്തിലും മതത്തിലും ഒളിഞ്ഞു കിടക്കുന്ന ക്രിസ്തു വചനത്തെ കണ്ടെടുക്കുക. അങ്ങനെ ഒരു ടാസ്ക് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതാണ് ഒറിജിനലി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. അതിനെക്കുറിച്ച് മാത്രം പറയണമെങ്കിൽ വേറൊരു എപ്പിസോഡിന്റെ ആവശ്യം വരും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ സ്വീകരിക്കുക എന്നതാണ്. അതല്ല പ്രത്യുത. മറ്റൊരാൾ നമ്മോടൊരു കാര്യം പറയുമ്പോൾ എന്താണ് അതിലൂടെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുക എന്നതാണ് സിനഡൽ ചർച്ചിന്റെ, അല്ലെങ്കിൽ സിനഡൽ രൂപം കുടുംബത്തിലായാലും സംഘടനകളിലായാലും സഭയിലായാലും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാളെ എന്നെ ചീത്ത പറയായിരിക്കും. ആ ചീത്ത പറയുമ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കേണ്ടത്, ഇതിലൂടെ അങ്ങ് എന്ത് സന്ദേശമാണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, ഏറ്റവും അവസാനത്തെ ലേഖനമാണ് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പലരും അതിനെക്കുറിച്ചുള്ള എഴുത്തുകളിൽ വളരെ തെറ്റായ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ജൂബിലി കവാടത്തിന്റെ അർത്ഥം എന്താണ്? ഓരോ 25 വർഷം കൂടുമ്പോഴും സഭ ഇങ്ങനെ ജൂബിലി ആഘോഷിക്കുന്നത് എന്തിനാണ്? യഥാർത്ഥത്തില് സഭ അതിലൂടെ മാർപ്പാപ്പ പറയാണ്, നമ്മളൊരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നത് പലപ്പോഴും നിരാശാജനകമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ തന്നെ ചിലപ്പോ ചിന്തിക്കാറുണ്ട്, ഞാൻ തിരുവനന്തപുരത്തേക്ക് കാർ ഓടിച്ചു പോവാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, വഴിയില് ഹർത്താലുണ്ടായിട്ട് പോകാൻ പറ്റണ്ടാവോ, ടയർ പഞ്ചറാവോ, പെട്രോൾ കിട്ടാതാവോ, ബാറ്ററി ഓഫായി പോവോ, നല്ല കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. അപ്പം മനുഷ്യ ജീവിതത്തില് എപ്പോഴും, നിന്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴും നല്ലത് വരുത്താനേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന ആ ചിന്ത എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വരിക? ഇപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, പുല്ല് പറമ്പില് വളർന്നു നിൽക്കുമ്പോ അത് ചെത്താൻ പോകുമ്പോ അതിനിടയിൽ പാമ്പുണ്ടെങ്കില്, അതിനിടയിൽ അല്ലെങ്കിൽ എൻ്റെ കാലുമേ മുള്ളു തറച്ചാല്, ഒക്കെ നെഗറ്റീവ് ചിന്തകളാണ് പലപ്പോഴും കണ്ണിന്റെ മുമ്പിൽ വരിക. ഒരു പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയാൻ പോകുമ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റുപറ്റിയാല്, ജനങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ചാല്, അവരതിലത്തെ തെറ്റുകൾ കണ്ടുപിടിച്ച് എന്നെ കളിയാക്കിയാല്, അപ്പൊ പ്രിയമുള്ളവർ, ഇത് നിരാശാജനകമാണ്. അപ്പൊ എങ്ങനെയാണ് പ്രത്യാശ ഉണ്ടാവുക? പ്രത്യാശ ഉണ്ടാകാൻ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിലെ വചനം മുഴുവനായിട്ട് വായിച്ചു നോക്കിയാല് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ പിറകിൽ വേറൊരു കാര്യമുണ്ട്. എന്താണ്? പിതാവായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ചൊരിഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തില് പ്രത്യാശ നമ്മളെ നിരാശരാക്കാതിരിക്കാനുള്ള കാരണം അതിന്റെ മുമ്പിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ പല ലേഖനങ്ങളും വായിച്ചിട്ട് ഈ മുൻപിലത്തെ ഭാഗം ആരും പറയണില്ല.
ആർക്കും അതിനെക്കുറിച്ച് ഒരു അവയറല്ലാത്ത പോലെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ എപ്പിസോഡ് ചെയ്യാൻ തന്നെ കാരണം അതിനെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാനാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവമുള്ളവർക്കാണ് ഈ നിരാശാജനകമായതിനെ, നെഗറ്റീവായിട്ടുള്ള ചിന്തേനെ മറികടന്ന് പോസിറ്റീവിലേക്ക് എത്താൻ പറ്റുക. ഒരു കുട്ടി പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു കച്ചവടം തകർന്നു പോയി, അല്ലെങ്കിൽ ഒരു കൃഷി നശിച്ചു പോയി. അപ്പോഴൊക്കെ നിരാശ വരുത്താതിരിക്കണമെങ്കിൽ അതിൻ്റെ പിറകിലുള്ള കാര്യം കിടക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അതൊരിക്കൽ ഞാൻ ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ പനക്കിലച്ചനായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഈ സർക്കാർ പൊളിഞ്ഞിട്ട് പെൻഷൻ കിട്ടാണ്ടായി എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പം അച്ഛൻ എന്നോട് തന്നൊരു മറുപടി ഉണ്ട്. ഫ്രാൻസിസ് സാറ് ഒരു വഞ്ചിയിൽ പോകുകയാണെന്ന് കരുതുക. ആ വഞ്ചിയിൽ പോകുമ്പോൾ ഒരു വഞ്ചിയുടെ അകത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇരിക്കണത്. അപ്പോൾ ഈ സ്റ്റൂള് ഇടയ്ക്കിടയ്ക്ക് ഇളകുകയാണ്. അപ്പൊ സാറ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സ്റ്റൂള് മറിഞ്ഞു വീണാൽ ഞാൻ കടലിലേക്ക് വീഴുമെന്ന്. എന്നിട്ട് എന്നോട് പറയാണ്, സ്റ്റൂള് മറിഞ്ഞു വീണാൽ കടലിലേക്കല്ല വീഴുക, വഞ്ചിയിലേക്കാണ് വീഴുക. അതുപോലെ പെൻഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സാറ് വീഴുക ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ്, അല്ലാതെ ശൂന്യതയിലേക്കല്ല. അപ്പോ പ്രത്യാശ നിരാശരാക്കാതിരിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിന്റെ അനുഭവം വേണം. അപ്പൊ എങ്ങനെയാണ് ദൈവസ്നേഹത്തിന്റെ അനുഭവം വരിക? ആണ് മാർപ്പാപ്പ അടുത്ത് ചോദിക്കണേ. വെറും 16 പേജുള്ളൂ ഞാൻ A4 ഷീറ്റിൽ ഡൗൺലോഡ് ചെയ്തപ്പോൾ. അപ്പൊ അതാണ് ജൂബിലി വർഷത്തിലെ ഒരു വലിയ സന്ദേശം പഴയ നിയമത്തിലുണ്ട്. എന്താണ് അത്? ഇസയാസ് പ്രവാചകന്റെ ആ വചനം വായിച്ചിട്ടാണ് യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. എന്താണ്? ബന്ധിതർക്ക് മോചനവും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, പ്രത്യാശയുടെ ഒരു ദൈവത്തിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാനാണ് ഞാൻ വരുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ജൂബിലി വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇസ്രായേൽക്കാരുടെ ഇടയിൽ കടങ്ങൾ ഇളച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഭൂമി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ 25 കൊല്ലം കഴിയുമ്പോൾ ആ ഭൂമി തിരിച്ചു കൊടുക്കുക. നമ്മുടെ ഇത് കാശ് മേടിച്ചിട്ട് 25 കൊല്ലമായിട്ട് തിരിച്ചു കിടക്കാത്ത ആളുണ്ടെങ്കിൽ ആ കട അടച്ചു കൊടുക്കുക. അത് ഭൗതികപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അവർ ചിന്തിച്ചിരുന്നത്. ഇപ്പൊ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരല്ലാതെ അയാള് നമ്മുടെ പറമ്പിലെ ഒരു അടിമയെ പോലെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ 25 കൊല്ലം കഴിഞ്ഞാല് അയാളുടെ കട അടച്ചു കൊടുത്തിട്ട് അയാളെ സ്വതന്ത്രനാക്കുക. എന്നാൽ യേശുവിലേക്ക് വന്നപ്പോ ആ കടം സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടി വന്നു. എന്താണ്? നീ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു തരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് മനുഷ്യപുത്രനെ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കി എടുത്തിട്ട് നീ വീട്ടിൽ പോയി. അപ്പോ ശരിക്കും പറഞ്ഞാല് പാപങ്ങൾ ക്ഷമിക്കുക. അപ്പൊ മനുഷ്യൻ ചെയ്ത എല്ലാ പാപങ്ങളും സമ്പൂർണമായി ക്ഷമിക്കുന്ന പിതാവായ ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം, പ്രതികാരം ചെയ്യുന്ന ദൈവമല്ല, സമ്പൂർണമായി ക്ഷമിക്കുന്ന ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് യേശു ക്രിസ്തു കാണിച്ചു തന്നത്. അപ്പൊ യഥാർത്ഥത്തില് എങ്ങനെയാണ് ദൈവസ്നേഹം അനുഭവിക്കുക? അത് ആ പാപിനിയായ സ്ത്രീ കാല് കഴുകാനിരിക്കുമ്പോ അവളെ കുറിച്ച് യേശു പറയുന്നുണ്ട്. എന്താണ്? അവളുടെ നിരവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു, ഞാൻ അവളെ കൂടുതൽ സ്നേഹിച്ചു, അതിനാൽ അവൾ എന്നെ വളരെ കൂടുതൽ സ്നേഹിക്കുന്നു. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഈ സുവിശേഷം പറഞ്ഞു നടക്കാൻ സാറിന് ഭ്രാന്തുണ്ടോന്ന്. ഒറ്റ കാരണമാണ്, നിരവധിയായ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ദൈവം എന്നെ കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ കൂടുതൽ നന്മ ചെയ്യുന്നു. വേറെ യാതൊന്നും എനിക്ക് ഉത്തരമില്ല അതിന്. അതാണ് എൻ്റെ യഥാർത്ഥ ഉത്തരം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പാപം ഞാൻ ചെയ്തു എന്നതാണ് ദൈവത്തിന് കൂടുതലായി എന്നെ സ്നേഹിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് എനിക്ക് കടപ്പാട് വന്നത്. ദൈവസ്നേഹം എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ് പറയണേ, ദൈവസ്നേഹത്താൽ നിർബന്ധിതമല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യരുത്.
അത് കാരണം ആ സ്നേഹത്തിൽ നിന്ന് ആർക്കും നിങ്ങളെ വേർപെടുത്താൻ കഴിയില്ല. വാളിനോ പട്ടിണിക്കോ ദാരിദ്ര്യത്തിനോ ഒന്നിനും നിങ്ങളെ ആ ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്ന അനുഭവത്തിൽ നിന്ന് മാറ്റാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ആ ഒരു രഹസ്യം പ്രഖ്യാപിക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. അപ്പൊ യഥാർത്ഥത്തില് ജൂബിലി വർഷത്തില് വാതില് തുറന്നിട്ടിരിക്കുകയാണ്. എന്താ വാതില് തുറന്നിട്ടിരിക്കണത്? എൻ്റെ അരികിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ളവരെ അനുരഞ്ജിതമാകൂ, ഞാനാണ് വാതിൽ. യേശു പറയുന്നുണ്ടല്ലോ, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല. അപ്പൊ ഇന്ന് കേരളത്തിലെ ലോകത്തിലെ എല്ലാ രൂപതകളിലെയും കത്തീഡ്രലില് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുള്ളത് ഒരു സിംബോളിക് സെൻസാണ്. എന്താണ്? നിങ്ങളുടെ കംപ്ലീറ്റ് പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, യേശു ക്രിസ്തു എന്ന വാതിലിലൂടെ കടന്നു വരും. അപ്പൊ ഓരോ 25 കൊല്ലം കഴിയുമ്പോഴും പഴയ നിയമത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രഖ്യാപനത്തെ ഡെയിലിയാണ് വിശുദ്ധ കുർബാനയിലൂടെ സംഭവിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടി ബോധപൂർവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2025 ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ദൈവസ്നേഹം അനുഭവിക്കുക. അപ്പൊ പ്രത്യാശ നിങ്ങളെ നിരാശരാക്കില്ല. അല്ലാതെ പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല, നിരാശ നിങ്ങളെ പ്രത്യാശരാക്കുന്നില്ല എന്ന് മാറി മാറി പറയാനല്ല ഇത്. അപ്പൊ അത് കുമ്പസാരക്കൂട്ടിലാണ് ഈ യാഥാർത്ഥ്യം റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എന്തുകൊണ്ട് പല ക്രിസ്ത്യാനികൾക്കും ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല? കാരണം അവര് കുമ്പസാരിക്കല്ലേ. അതിന് കുമ്പസാരിച്ചിട്ടും ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. മാർപ്പാപ്പ ഇതില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് യേശു തന്നെ പറയുന്നുണ്ട്, എന്ത്? മറ്റുള്ളവരുടെ കടങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കടങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കില്ലേ? അതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന. അപ്പൊ ജൂബിലി യേശു സ്വന്തം ശരീരമാകുന്ന കവാടത്തിലൂടെ പിതാവായ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തവരോട് മുഴുവൻ പിതാവിലേക്ക് കടന്നു വരിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറെ ശത്രുക്കളുണ്ട്, ഞാൻ എൻ്റെ ഹൃദയ കവാടം തുറന്നിട്ട് അവരോട് വരിൻ, നിങ്ങളുടെ നിരവധിയായ പാപങ്ങൾ നിങ്ങൾ എന്നോട് ചെയ്തതെല്ലാം സമ്പൂർണമായി ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് മാത്രമാണ് ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമുക്ക് ജൂബിലി കവാടത്തിലൂടെ നമുക്ക് കടക്കണം. പക്ഷെ ഞാൻ എന്ന കവാടത്തിലൂടെ ആരെയും കടക്കാനിട്ട് അനുവദിക്കൂല്ലേ? അതാണ് 2 കടക്കാരുടെ ഉപമയിലൂടെ യേശു കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ലേഖനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ നമ്മുടെ കടക്കാരോട് നമ്മൾ ഇളച്ചു കൊടുക്കണം, നമ്മൾ ജൂബിലി പ്രഖ്യാപിക്കണം. അപ്പൊ പള്ളിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് ഒരു സിംബോളിക് സാധനമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ വാതിൽ എനിക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ അവിടേക്ക് തീർത്ഥാടനം നടത്തുക എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തില് ഈ തീർത്ഥാടനം അവിടേക്ക് കടന്നു പോയിട്ട് അങ്ങോട്ട് പോയാൽ പോരാ, അത് നമ്മൾ അനുകരിക്കണം. ഇതാണ് അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവസ്നേഹം അനുഭവിക്കാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ. ഞാൻ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിറോ മലബാർ സഭയുടെ കുർബാനയില് കർത്താവെ ദാസരാമിവർ പാപകടങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്, എന്നോട് ചെയ്ത എല്ലാ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കണമേ. യഥാർത്ഥത്തിൽ ദുഃഖ ശനിയാഴ്ചയിലെ കുർബാനയിലാണ്, അതായത് ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് ദുഃഖ ശനിയാഴ്ചയിലത്തെ കുർബാനയില് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ കടങ്ങൾ ക്ഷമിച്ചു കൊടുത്താൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട്, അപ്പോഴല്ല സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കണേ, നിങ്ങളോട് ക്ഷമിച്ചു എന്ന് നിനക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അടുത്ത പ്രശ്നം മാർപ്പാപ്പ ഇതിന്റെ അവസാനത്തില് കൊണ്ടുവരുന്നത് ഇതാണ്, ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പലർക്കും അറിഞ്ഞുകൂടാ നമുക്ക് ദണ്ഡവിമോചനം വേണമെന്ന്. എന്താണ് ദണ്ഡവിമോചനം? ദൈവത്തിന്റെ ഒരു പാപം നമ്മൾ ചെയ്താലേ, ഇപ്പൊ ഞാൻ മോഷ്ടിച്ചു, ആ മോഷണത്തിന്
എൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ പൈസ എടുത്തപ്പോൾ എൻ്റെ അപ്പനെ വേദനിച്ചു. അപ്പനെ അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ തന്നെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. അത് മാത്രമല്ല എനിക്ക് സംഭവിക്കണത്, പിന്നെ മോഷ്ടിക്കുക എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ സ്വഭാവം എന്നെ ഹോണ്ട് ചെയ്യാണ്. നിങ്ങൾ വ്യഭിചാരം ചെയ്ത ഒരു വ്യക്തിനെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചു നോക്കിയേ, അവൻ വീണ്ടും ആ ചെളിക്കുഴിയിലേക്ക് പോവും. അപ്പൊ അവന്റെ ശിക്ഷ എന്ന് പറയുന്നത് വ്യഭിചാരത്തിലൂടെ അവന് എയ്ഡ്സ് വരുന്നതല്ല. അവന്റെ ശിക്ഷ എന്ന് പറയുന്നത് ആ വ്യഭിചാരത്തിനുള്ള ആഗ്രഹം മാറ്റിയിട്ട് ഒരു നോർമൽ ലൈഫിലേക്ക് വരാനായിട്ട്, കുടുംബജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ അവന് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത പാപത്തിന്റെ അനന്തരഫലം മരണം വരെ നമ്മെ വേട്ടയാടുന്നുണ്ട്. അപ്പൊ നമ്മളത് പലരും അത് സ്വകാര്യമായിട്ട് ഒതുക്കണം. ഒരു മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നം എന്താണ്? പുക വലിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നം എന്താണ്? ഞാനേ ഈ മദ്യപാനം ഇപ്പൊ വേണമെങ്കിൽ നിർത്തും കേട്ട എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനെ നിർത്താൻ കഴിയില്ല. ആ നിർത്താൻ കഴിയില്ല എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ദുരന്തം. ഇനി നിങ്ങൾ ചീത്ത സിനിമകള്, ബ്ലൂ ഫിലിം കാണാൻ ആരംഭിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കി, അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല. അപ്പൊ പാപം ചെയ്താൽ ആ പാപത്തിന്റെ വിധി മാത്രമല്ല, അത് മനുഷ്യ ശരീരത്തെ, മനുഷ്യന്റെ അസ്തിത്വത്തെ പൂർണ്ണമായി തകർത്തുകൊണ്ട് ആ പാപം നമ്മളെ മരണം വരെ വേട്ടയാടി നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പീഡനത്തിൽ നിന്ന് മോചനം നടക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ദൈവത്തിന്റെ പ്രത്യേക കരുണ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ തിന്മകളും മുഴുവൻ ദൈവം എടുത്തു മാറ്റുമ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ അറിയും, ഞാൻ ഇത്ര പാപിയായിരുന്നിട്ടും ദൈവം എന്നെ എത്രയോ അനുഗ്രഹിക്കുന്നു, ദൈവം എന്നെ എത്രയോ അനുഗ്രഹിക്കുന്നു. ആ സ്നേഹാനുഭവത്തിന്റെ തീർത്ഥയാത്രയാണ് യഥാർത്ഥത്തില് നമ്മളെ നിരാശരാക്കാതെ ഓരോ പ്രതിസന്ധിയെയും അതിജീവിക്കാനായിട്ട്. ഇതാണ് മാർപ്പാപ്പ പറയുന്ന രണ്ടാമത്തെ കാര്യം. അപ്പോൾ ദൈവസ്നേഹം അനുഭവിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന് കുമ്പസാരിക്കണം, രണ്ട് എന്ത് വേണം? ദൈവം എന്താണോ നമ്മളോട് ചെയ്തത് അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യണം. ചില കടങ്ങൾ 2000 രൂപ മേടിച്ചത് പറ്റിച്ചതുണ്ടാവാം, 3000 രൂപ മേടിച്ച് പറ്റിച്ചതുണ്ടാവാം. അതൊക്കെ തിരിച്ച് തരണ്ട എന്ന് പറയാനായിട്ടുള്ള ഒരു മാനസിക തുറവി നമുക്കുണ്ടാവണം. കോടാനുകോടി സമ്പത്തുണ്ടെങ്കിലും 1,00,000 രൂപ എന്നെ പറ്റിച്ചു, അവനെ ഞാൻ ശരിയാക്കും എന്ന് പറയുന്ന ഒരാൾക്ക് എത്ര കുമ്പസാരിച്ചാലും എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുക? അപ്പോൾ ഒന്ന്, മറ്റുള്ളവരോട് ക്ഷമിക്കണം. രണ്ട്, നമ്മുടെ പാപത്തിന്റെ നിരന്തരം നമ്മിൽ തുടരുന്ന പീഡയിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എന്ത് വേണം? ദണ്ഡവിമോചനം. ഒരു തരം പീഡയാണ് നമുക്കുള്ളത്, മോചനം വേണം. അതിനാണ് അപ്പോൾ ഇൻ്റലിജൻസ്, ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയെ പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. മൂന്നാമതായിട്ട് മാർപ്പാപ്പ 500 കൊല്ലമായിട്ട് കത്തോലിക്ക സഭയ്ക്കോ ലോകത്തിനോ മറുപടി പറയാൻ പറ്റാത്ത ഡെക്കാർത്ത് എന്ന് പറയുന്ന തത്വചിന്തകന്റെ ചോദ്യത്തിന് ഉത്തരം പറയാണ് ഈ ലേഖനത്തിൽ. എന്താണ് ഡെക്കാർത്ത് പറഞ്ഞു? നമ്മൾ പറയില്ലേ എന്തെന്ന്, പുകയുണ്ടെങ്കിൽ എന്തുണ്ട്? തീയുണ്ട്. അതുപോലെ അപ്പോ കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് വരികയാണ്. അതുപോലെ ഡെക്കാർത്ത് പറഞ്ഞു വെച്ചു, ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു, ഞാൻ നിലനിൽക്കുന്നു. അപ്പോൾ കാര്യത്തിൽ നിന്ന് അദ്ദേഹം കാരണത്തിലേക്ക് വന്നു. ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. ഐ ആം സർട്ടൻ ആണ് കൊജിത്തോ എർഗോസോ. ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാൻ നിലനിൽക്കുന്നു. മാർപ്പാപ്പ അതിനെ നേരെ തിരിച്ച് ഇട്ടു. ഈ ടെക്സ്റ്റില് എന്താണ്? അതിന് മറുപടി പറയാണ്. അത് തെറ്റാണെന്ന് പറയാൻ ഇതിനു മുൻപ് മാർപ്പാപ്പന്മാർക്ക് പറ്റിയിട്ടുണ്ട്, ദൈവശാസ്ത്രജ്ഞന്മാർക്ക് പറ്റിയിട്ടുണ്ട്. ശരി എന്താണെന്ന് പറയാനായിട്ട് പറ്റിയിട്ടില്ല. ആ ശരിയാണ് മാർപ്പാപ്പ ഇതില് പറയുന്നത്. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, അതിനാൽ ഞാൻ നിലനിൽക്കുന്നു. ഐ ആം ലൗഡ്, therefore I exist. ഡെക്കാർത്ത് പറഞ്ഞു, ഐ ആം തിങ്കിങ്, therefore I am exist. ഞാൻ കുറച്ചുകൂടി കടുപ്പിച്ച് പറയും, മൈ പാരൻസ് ലവ്ഡ് ഈച്ച് അതർ, സോ ഐ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കള് പരസ്പരം സ്നേഹിച്ചു,
അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിത്തറ. ആ അടിത്തറയിലുള്ളവർക്ക് എപ്പോഴും പ്രത്യാശാഭരിതമായി ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റും. അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. പാപം മോചിക്കപ്പെട്ടാൽ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, ക്ഷമിച്ചു കൊടുക്കുകയും വേണം. മാത്രമല്ല, പീഡകൾ രക്ഷ നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണാസമ്പന്നനായ കരുണയുടെ അങ്ങേയറ്റം അറിയാൻ ദൈവം തരുന്ന ദണ്ഡവിമോചനത്തിനായി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അതുതന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലെ അർത്ഥവും. അതുകൊണ്ട് മാർപ്പാപ്പ മനുഷ്യവർഗത്തിനും സഭയ്ക്കും ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.